അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പരിശുദ്ധമായ ദുൽഹജ്ജ് മാസം അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കിടക്കുകയാണ്. ദുൽഹജ്ജ് മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇബ്രാഹിം നബിയെക്കുറിച്ചുള്ള അനുസ്മരണമാണ്. ജീവിതത്തിൽ ഇത്രയും പ്രതിസന്ധികൾ നേരിട്ട മറ്റൊരു പ്രവാചകൻ ഉണ്ടാകില്ല. ഈ പ്രതിസന്ധികൾ മുഴുവനും പാറ പോലെ ഉറച്ചു നിൽക്കുവാൻ അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞു, വഇദ് ഇബ്തലാ ഇബ്രാഹിമ റബ്ബുഹു ബികലിമാത്തിൻ ഫതമ്മഹുന്ന. ധാരാളം കലിമത്തുകളെ കൊണ്ട് അള്ളാഹു പരീക്ഷിച്ച പ്രവാചകനാണ്. പക്ഷെ ആ പരീക്ഷണങ്ങൾ പരിപൂർണമായി അദ്ദേഹം വിജയത്തിലാക്കി. എങ്ങനെയാണ് ഈ പ്രതിസന്ധികൾ മുഴുവനും അദ്ദേഹം വിജയം കൈവരിച്ചത്? ഒരു ദുആയായിരുന്നു അതിൻ്റെ മാനദണ്ഡം. ആ ദുആ ഇബ്രാഹിം നബിക്ക് മാത്രമല്ല, ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കും വലിയ പ്രചോദനമായിട്ട് ജീവിതത്തിൻ്റെ വലിയൊരു പ്രതിസന്ധിയിൽ അവരെക്കുറിച്ച് അപവാദം പറയപ്പെട്ട് അവരുടെ ഭർത്താവാകുന്ന നബിതങ്ങളും വാപ്പയാകുന്ന അബൂബക്കർ സിദ്ദീഖും ഉമ്മയുമൊക്കെ അവരെ തഴയുന്ന ഒരു ഘട്ടത്തിൽ അവർക്ക് ആശ്വാസമായി നിലകൊണ്ടൊരു ദിക്ർ തന്നെയാണത്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. ഇതാണ് ആ ദിക്ർ. ഏത് പ്രതിസന്ധി വന്നാലും, നമ്മളെ തകർത്ത് കളയുന്ന അപവാദ പ്രചരണങ്ങൾ വന്നാലും, എത്ര വലിയ ധരണികളുടെ മുന്നിൽ പെട്ടുപോയാലും, പ്രയാസങ്ങൾ നമ്മളിലേക്ക് തിരമാല പോലെ ഒന്നടിച്ചാലും, ആ സമയത്ത് മുഴുവനും ഈ ദിക്റിനെ പതിവാക്കിക്കൊള്ളിൻ. ഒരു ശക്തിക്കും, അള്ളാഹു അല്ലാത്ത ഒരു ശക്തിക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല. ഏതു വലിയ കൊടുങ്കാറ്റിലും വിജയിക്കാൻ പറ്റുന്ന പര്യാപ്തമായ ദിക്റാണ് ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. മഹാന്മാർ പറയുന്നു, ഇശാ നമസ്കാര ശേഷം ഇരുന്ന ഇരിപ്പിൽ തന്നെ 450 തവണ ഈ ദിക്ർ ആരെങ്കിലും പതിവാക്കിയാൽ ഒരു പ്രതിസന്ധികളും അയാളെ ബാധിക്കില്ല. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.